നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈയടിക്കാൻ രാജ്യം. ഇന്ത്യയുടെ സൂര്യ നിരീക്ഷണ പേടകം ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലേഗ്രാഞ്ച് 1 എന്ന സാങ്കല്പിക ബിന്ദുവിലെത്തുന്ന നിർണായക ഭ്രമണപഥം മാറ്റം നാളെ. ചുരുളഴിക്കാൻ രഹസ്യങ്ങളേറെ. ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വൻ ശക്തിയാകാൻ ഒരുങ്ങുകയാണ്. ആദിത്യയുടെ വിജയം ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെ എത്തിക്കും. നാളെ ഏറെ നിർണായകമാണ്. ഇന്ത്യയുടെ സൂര്യ നിരീക്ഷണ പേടകം ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലേഗ്രാഞ്ച് 1 എന്ന സാങ്കല്പിക ബിന്ദുവിലെത്തുന്ന നിർണായക ഭ്രമണപഥം മാറ്റം നാളെ ഉച്ചയ്ക്ക് നടക്കും. ഇതിനായി പേടകത്തിലെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കും. സാങ്കല്പിക ബിന്ദുവായതിനാൽ കണക്കുകൂട്ടലുകൾക്കാണ് പ്രാധാന്യം. തെറ്റിയാൽ പേടകം കൈവിട്ടു പോകും. ഒരിക്കൽ പിഴച്ചാൽ പലതവണ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് പേടകത്തെ നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കണം. അത് ഏറെ ശ്രമകരമാണ്. ഇതിനിടെ കരുതൽ ഇന്ധനം തീർന്നാലും പ്രതിസന്ധി ഉണ്ടാകും. നിർദ്ദിഷ്ട ബിന്ദുവിലെത്തിയാൽ പേടകം അവിടെ ദീർഘവൃത്ത ഹാലോ ഭ്രമണപഥം തീർക്കും. പിന്നീട് ഇന്ധനം വേണ്ട. സൂര്യന് നേരെ സദാസമയവും നിൽക്കുമെന്നതിനാൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സോളാർ എനർജി മതിയാകും. ഭൂമിക്കൊപ്പം സൂര്യനെ വലം വെക്കുന്നതിനാൽ ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയുമില്ല. ബുധനാഴ്ച ആദിത്യ L1 124 ദിവസത്തെ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണം സന്തുലിതമായ 5 സ്ഥാനങ്ങളാണ് ലേഗ്രാഞ്ച് പോയിന്റുകൾ. ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോസഫ് ലേഗ്രാഞ്ച് ആണ് കണ്ടെത്തിയത്. സൂര്യനെ തടസ്സങ്ങളില്ലാതെ വീക്ഷിക്കാവുന്ന സ്ഥാനമാണിത്. 5 വർഷമാണ് ആദിത്യയുടെ കാലാവധി. സൂര്യനെ പഠിക്കാൻ ആദിത്യയിൽ ഇവ എമിഷൻ കൊറോണഗ്രാഫ്, അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, ലോ എനർജി, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററുകൾ എന്നിവ ദീർഘദൂര നിരീക്ഷണത്തിന്, സൗരവാത കണിക അനലൈസർ, പ്ലാസ്മ അനലൈസർ, ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റർ എന്നിവ പരിസര നിരീക്ഷണത്തിന്, അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സൂര്യന്റെ പൂർണ്ണമായ ചിത്രം ദിവസങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് അയച്ച് ചരിത്രം കുറിച്ചിരുന്നു. സൗരവാതങ്ങൾ, റേഡിയേഷനുകൾ, സൂര്യനിൽ നിന്നുള്ള മറ്റ് ശാക്തിക സ്ഫുരണങ്ങൾ, അതുപോലെ ഇവ ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്നിവ ആദിത്യ പഠിക്കും. സൂര്യനിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളെയും ബാധിക്കുമെന്നതിനാൽ സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഏറെ പ്രസക്തിയുമുണ്ട്. സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇവിടെയുള്ള താപവ്യതിയാനം പേടകം കൃത്യമായി വിശകലനം ചെയ്യും. സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് തത്സമയം നിരീക്ഷിക്കാനും ആ മാറ്റങ്ങൾ എങ്ങനെ ബഹിരാകാശത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുവെന്നും ദൗത്യത്തിലൂടെ പഠിക്കും. ഇവയ്ക്ക് പുറമെ സൗരവാതങ്ങൾ, സൗര വികിരണങ്ങൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യന്റെ കാന്തിക ക്ഷേത്രം എന്നിവയെക്കുറിച്ചും പേടകം വിശദമായി പഠിക്കും. ഭൂമിയിൽ നിന്ന് കാണാനാവുന്ന സൂര്യന്റെ പുറത്തെ കട്ടി കൂടിയ പാളിയാണ് ഫോട്ടോസ്ഫിയർ. സൂര്യപ്രകാശം പ്രസരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിനു മുകളിലായും കൊറോണയ്ക്ക് താഴെയായുമുള്ള നേർത്ത പ്ലാസ്മ ആവരണമാണ് ക്രോമോസ്ഫിയർ. ഫോട്ടോസ്ഫിയറിൽ താപനില ഏകദേശം 5730 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. എന്നാൽ കൊറോണയിൽ താപനില ഒരു 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് സൂര്യന്റെ അകത്ത് നിന്ന് അകലും തോറും താപനില ക്രമാതീതമായി കൂടുകയാണ്. സാധാരണഗതിയിൽ തീ കത്തുന്നിടത്ത് നിന്ന് അകലം കൂടും തോറും ചൂട് കുറഞ്ഞു വരും. എന്നാൽ സൂര്യനിലെ സാഹചര്യം നേരെ തിരിച്ചാണ്. ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നാസ ഉൾപ്പെടെ ലോകത്തെ ഒരു ബഹിരാകാശ ഏജൻസികൾക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ നിഗൂഢതയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ ആദിത്യ L1 സാധിക്കുമോ എന്നാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. ഇതിനു പുറമെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താതെ പോകുന്ന തരംഗങ്ങളെക്കുറിച്ചും അജ്ഞാതമായ സൂര്യന്റെ മറ്റ് രഹസ്യങ്ങളെക്കുറിച്ചുമെല്ലാം ആദിത്യ L1 ചുരുളഴിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.